എന്തെങ്കിലും ആഗ്രഹം വന്നാൽ പിന്നെ വെറുതെ ഇരിക്കരുതല്ലോ, അതിന്റെ പിന്നാലെ അങ്ങോട്ട് പോകണം. രാവിലെ തന്നെ ഈ കിച്ചണിൽ കിടന്ന പെടയുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് എന്തിനോ ഉള്ള പുറപ്പാടാണെന്ന്. യെസ്, ആഗ്രഹത്തിന് പുറത്ത് കയറി വന്നൊരു ഐറ്റം എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, സദ്യയായിരുന്നു. ഇതൊരു ഒന്നൊന്നര ആഗ്രഹമായി പോയിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നോൺ വെജ് എല്ലാം മറഞ്ചം വെക്കുമെങ്കിലും വെജ് ഐറ്റംസ് ഒക്കെ എനിക്ക് വളരെ ടാസ്ക് ഏറിയ പരിപാടിയാണ് കേട്ടോ. ഞാനാണ് ഈ സദ്യക്കായി ഇറങ്ങി തിരിച്ചത്. ആകെ എൻ്റെ ഒരു ആശ്വാസം ചേച്ചിയുള്ളതാണ് കേട്ടോ. മാത്രമല്ല നമ്മുടെ കയ്യിൽ യൂട്യൂബും ഉണ്ടല്ലോ. അങ്ങനെ ഇത് ഈ സദ്യയുടെ ഒന്നാമനായിട്ടുള്ള സാമ്പാർ വെപ്പിലോട്ടാണ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല തേങ്ങ വറുത്തരച്ച കട്ടിയുള്ള സാമ്പാറാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടം. സോ അത് തന്നെ അങ്ങോട്ട് വെച്ചു. നെക്സ്റ്റ് ഇതേ അവിയലുണ്ട്, പച്ചടിയാണ് കേട്ടോ ഈ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ കുക്കുംബർ പച്ചടിയാണ്. ഇതാകുമ്പോൾ നമുക്ക് വേവിക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ ഇതേ എല്ലാത്തിലേക്കുള്ള വറവും അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. പായസം ഇല്ലാതെ എന്ത് സദ്യല്ലേ. അങ്ങനെ ഇതേ എന്റെ ആഗ്രഹത്തിന് പുറത്ത് ചെറുപയർ പരിപ്പ് പായസമാണ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത്. തോരനായിട്ട് പയറും കൂടി ഉണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾക്കറിയാവുന്ന ചില വിഭവങ്ങളൊക്കെ വെച്ചിട്ട് ഏകദേശ രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. പുളി, അവിയൽ, പച്ചടി, ഉപ്പേരി, പപ്പടം, പായസം, ഇതാണ് ഇന്നത്തെ നമ്മുടെ സദ്യയുടെ ഐറ്റംസ്. അങ്ങനെ കഴിപ്പും കഴിഞ്ഞ് അവസാനം ഇതേ പായസവും പപ്പടവും കൂട്ടിയൊരു പിടിയുണ്ട് കേട്ടോ. ഇതിനാണ് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. സദ്യ കഴിച്ച സംതൃപ്തിയിൽ കിടന്നുറങ്ങണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു. ബട്ട് നമുക്ക് പുറത്തു പോകാനുള്ള ചെറിയൊരു ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ഞങ്ങളിത് നേരെ ഇറങ്ങി. അപ്പം ഇത്രയൊക്കെയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.